ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BSOC 114 റിസർച്ച് മെത്തേഡ്സ് 2 എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിസർച്ച് ഡിസൈനിനെ കുറിച്ചാണ്. വിച്ച് മീൻസ് നമ്മളൊരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യേണ്ടുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരു സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം മെത്തേഡ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണ് റിസർച്ച് ഡിസൈൻ എന്നും സോഷ്യൽ റിസർച്ചിൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നും ഈ ഒരു റിസർച്ച് ഡിസൈനിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ എന്താണ് റിസർച്ച് ഡിസൈൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് ഒരു റിസർച്ചിൻ്റെ ബിഗിനിങ്ങിൽ ഒരു റിസർച്ചർ നിർമ്മിക്കുന്ന ടെൻറ്റേറ്റീവ് പ്ലാനിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഒരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യേണ്ടതെന്നും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ആരിൽ നിന്നും ഡേറ്റാസ് സ്വീകരിക്കണം, നമ്മൾ ഏത് മെത്തേഡ്സ് ചൂസ് ചെയ്യണം, അത്തരത്തിൽ എന്താണ് ഒരു റിസർച്ച് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് റിസർച്ചിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കണ്ടെത്താനായിട്ട് സാധിക്കും. ആ സ്ട്രാറ്റജിയിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തേത്, നമ്മൾ ഏത് ഇഷ്യൂ ആണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു സോഷ്യൽ റിസർച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. എന്നാൽ അതിനെല്ലാത്തിനും തന്നെ എന്താണ്, ഒരു റിസർച്ചിനോളം റിലവൻസ് ഉള്ള ഇഷ്യൂസ് ആവണമെന്നും ഇല്ല. ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ ഫിനോമിനൻസ് ആണ്. അപ്പോൾ അതിന് എല്ലാത്തിനും തന്നെ ഒരു റിസർച്ചിൻ്റെ ആവശ്യമില്ല. ചില കൺക്ലൂഷൻസിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് നടത്തണമെന്നോ അല്ലെങ്കിൽ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയുടെ ആവശ്യമോ വേണമെന്ന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മെത്തേഡായിരിക്കും ആപ്റ്റ് എന്ന് തിരഞ്ഞെടുക്കുന്നതിന് എപ്പോഴും ഒരു റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നതാണ് സൈസ് ഓഫ് പോപ്പുലേഷൻ. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്തു എന്നിരിക്കട്ടെ, ആ ടോപ്പിക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്, ഏത് ഗ്രൂപ്പിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതിൽ എത്രത്തോളം റെസ്പോണ്ടൻസിനെ നമ്മൾ എടുക്കണം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ സർവേ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർവേ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര റെസ്പോണ്ടൻസ് വേണം, 100 പേര് വേണോ അല്ലെങ്കിൽ 50 പേര് മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ സ്റ്റുഡൻസിനെ ആവാം, അല്ലെങ്കിൽ വീട്ടിൽ ഹൗസ് വൈഫ്സിനെ ആവാം, അല്ലെങ്കിൽ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരെ ആവാം. അങ്ങനെ പല ഗ്രൂപ്പ്സിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ആരെയാണ്, സൈസ് ഓഫ് പോപ്പുലേഷൻ എത്രത്തോളം വേണം, അല്ലെങ്കിൽ ഏത് പോപ്പുലേഷനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിഷ്യൽ സ്റ്റേജിലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഡിറ്റർമിൻ ചെയ്യാനും ഒരു റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റിസർച്ച് പ്രോബ്ലം ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനകത്ത് നമുക്ക് പല പ്രോബ്ലംസ് സൊസൈറ്റിയിലുണ്ട്. അതിലേതായിരിക്കും ആപ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇത് ചെയ്താൽ ബെറ്റർ ആയിരിക്കുമോ, അത് നമ്മൾ ഏതൊക്കെ രീതിയിലേക്ക് ലീഡ് ചെയ്യും, അതിന് റെലവൻസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് പോപ്പുലേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഏത് പോപ്പുലേഷനെ പഠിക്കണം, എത്രത്തോളം സാമ്പിൾസ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ടൈമാണ്. അതായത് നമുക്കൊരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ, അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഒരു ഫൈനൽ സ്റ്റേജ് വരെ എത്തുമ്പോൾ നമുക്ക് എത്രത്തോളം സമയമാണ് അതിന് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം വേണം. അല്ലെങ്കിൽ നമുക്ക് ഓരോ റിസർച്ചിന് പല സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പിലും നമ്മൾ കൊടുക്കേണ്ടുന്ന സമയം എത്രയാണ്, അപ്രോക്സിമേറ്റ്ലി നമുക്ക് എപ്പോൾ ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതെല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്സ് ഡിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ടെക്നിക്ക്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടല്ലേ റിസർച്ചിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേസ് സ്റ്റഡി മെത്തേഡാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സർവേ മെത്തേഡ് ചൂസ് ചെയ്യണോ, ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യണോ, പോർട്ട്ഫോളിയോ ആണോ, ഏത് മെത്തേഡാണ് നമ്മുടെ റിസർച്ചിന് ആപ്റ്റ് ആയിട്ടുള്ളത് എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി ഏത് ടെക്നിക്കിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യുന്ന സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ കഴിയാത്ത, ജോലി കിട്ടാതെ വരുന്ന ഒരു പോപ്പുലേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു പോപ്പുലേഷനിൽ നമുക്ക് ഓരോ ആൾക്കാരെയും അടുത്ത് ചെന്നിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് സ്റ്റഡി മെത്തേഡ് എടുക്കാനായിട്ട് സാധിക്കില്ല. കാര്യം ചിലപ്പം കേസ് സ്റ്റഡി മെത്തേഡിൽ നമുക്ക് കൂടിപ്പോയാൽ 10-15 പേരുടെയൊക്കെ കേസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതൊരു ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. അപ്പം
ഒരുപാട് പോപ്പുലേഷൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 കേസസ് വെച്ചിട്ട് അതിനെ ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതായിരിക്കും? സർവേ മെത്തേഡാണ്. അതാകുമ്പോൾ ഒരു വലിയ ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല, ഒരു വലിയ പോപ്പുലേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് നമ്മുടെ ടോപ്പിക്കിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് എങ്ങനെ വേണം എന്നുള്ളത് എംപ്ലോയ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു റിസർച്ച് ഡിസൈനാണ്. ആൻഡ് അതുപോലെ തന്നെ റിസർച്ചിൻ്റെ അനാലിസിസിന് പലപ്പോഴും ഈ റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന ഡേറ്റയെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും, ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് രണ്ടിനെയും ഏത് രീതിയിൽ അനലൈസ് ചെയ്യണം, ആൻഡ് അതുപോലെ തന്നെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു റിസർച്ച് ഡിസൈനിലൂടെ ആയിരിക്കും മനസ്സിലാവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ചിൻ്റെ ഒരു ടെക്നിക്ക് ചൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതും നമുക്കൊരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു സർവേ മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനാലിസിസ് എല്ലാം വരുമ്പോഴത്തേക്ക് എന്താണ്, ന്യൂമറിക്കലായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിരിക്കും അതിനകത്ത് പോകുന്നത്. ആൻഡ് അതുപോലെ അതിൻ്റെ റിപ്പോർട്ടിങ് വരുമ്പോഴും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. എന്നാൽ കേസ് സ്റ്റഡി മെത്തേഡാണെങ്കിൽ നമ്മൾ ഓരോ കേസായിട്ട് എന്താണ് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു, അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആയിരിക്കും പിന്നീട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടെക്നിക്കിനനുസരിച്ച് അത് മാറും. സോ ഇതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു റിസർച്ച് ഡിസൈൻ ആയിരിക്കും. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ് നമ്മുടെ ഒരു റിസർച്ചിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് നമ്മുടെ ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു സോഷ്യൽ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ റിസർച്ച് ഡിസൈന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ടു ചൂസ് അപ്രോപ്രിയേറ്റ് റിസർച്ച് മെത്തേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു റിസർച്ചിന് നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡ്സിൽ വ്യത്യാസം വരും. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ കേസ് സ്റ്റഡി മെത്തേഡോ സർവേ മെത്തേഡോ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡാണ്. അതായത് ക്ലാസ്സിൽ കുട്ടികൾ എങ്ങനെ വരുന്നു, അവർ ടീച്ചേഴ്സിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവർ ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ടോ, ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആണോ, ലിസണിങ് ആണോ എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പൊതു ഇടത്ത് ആൾക്കാരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒബ്സർവേഷൻ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് മെത്തേഡായിരിക്കും അപ്രോപ്രിയേറ്റ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് പലപ്പോഴും റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൻ്റെ എക്സ്റ്റെൻസിവിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം എക്സ്റ്റെൻഡ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക്, നമുക്ക് ആരെയാണ് സാമ്പിളായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഒരു ബ്ലൂ പ്രിന്റ് പോലെ ഒന്ന് ഫ്രെയിം ചെയ്യാനായിട്ട് തുടങ്ങും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. And the second point is to carry out a study systematically. നമുക്കറിയാം റിസർച്ച് എന്ന് പറയുന്നത് മെത്തേഡിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒന്നല്ല, അതിന് വളരെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള മെത്തേഡ്സിലൂടെയാണ് അത് പോകുന്നത്. ഇപ്പം നമ്മളൊരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നത് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം പ്ലാൻ ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ റിസർച്ചിനെ എത്തിക്കുന്നതിന് പലപ്പോഴും റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ സ്ട്രാറ്റജീസിൽ ഒന്നാമതായിട്ട് എന്താണ് ഒരു റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നു. എന്തിനെക്കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടെത്തുന്നു. അപ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കും, അല്ലെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കും. അത്തരത്തിൽ ഓരോ ലെവലായിട്ട് ഇതിനെ പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ റിസർച്ച് പ്ലാൻ ചെയ്യുന്നതിന് റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് തേർഡ് വൺ ആണ് മേക്ക് ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് റിസർച്ച്. അപ്പോൾ അതായത് നമ്മുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ചിലപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അതിന് ഇൻ ഡെപ്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്തായിരിക്കും മനസ്സിലാവുന്നത് അതിന് റെലവൻസ് ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനിഷ്യലി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യുന്നതിനും പലപ്പോഴും റിസർച്ച് ഡിസൈൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹെൽപ്പ് ടു റിവ്യൂ ദ ഐഡിയാസ്. അതായത് നമ്മുടെ ഉള്ളിലൊരു ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യും,
ആ ഒരു സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ആണെന്നും മറ്റൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആശയങ്ങളെ ഒന്നും കൂടി ഒന്ന് റിന്യൂ ചെയ്യാനായിട്ട് പലപ്പോഴും റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ എലമെൻറ്റ്സ് പഠിക്കുമ്പോൾ പറയും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പോലെയുള്ള കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകളെ നമ്മൾ സ്റ്റഡി ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി കൊണ്ടുവന്നിട്ടുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ പല സോഴ്സസിലൂടെ ആ ഒരു ടോപ്പിക്കിൻ്റെ റെലവൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ അതിലൂടെ എന്താണ് പുതിയ ആശയങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐഡിയാസിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് കൊണ്ടുവരാനും എല്ലാം റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ടു ഐഡൻറ്റിഫൈ ഡൂസ് ആൻഡ് ഡോൺസ്, അതായത് ഒരു റിസർച്ചിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിസർച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്തെല്ലാം അറ്റ്മോസ്റ്റ് കെയറും നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യമാണ്. ഇൻ്റർവ്യൂ മെത്തേഡ് ആയിക്കോട്ടെ സർവേ മെത്തേഡ് ആയിക്കോട്ടെ അതിനകത്തെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ആൾക്കാരുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റിസർച്ചിൽ നമ്മൾ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റിസർച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലാക്കാനായിട്ടും റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് മേ ബി വൾണറബിൾ ഗ്രൂപ്പ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജസിനെ കുറിച്ചൊരു ഗുഡായിട്ടുള്ളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഈ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഈ റിസർച്ച് എങ്ങനെ പ്രൊസീഡ് ചെയ്യുമെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈൻഡിങ്സ് എങ്ങനെയാണെന്ന് ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരു ഇങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹൗ ഇറ്റ് വിൽ എൻഡ്സ്, എങ്ങനെയായിരിക്കും ഇത് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു നമ്മൾ വേഗമായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ഐഡിയാസും ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയാത്ത സമയത്ത് സിസ്റ്റമാറ്റിക്കലി ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്യാനും റിസർച്ച് ഡിസൈൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് എ ബ്ലൂ പ്രിൻറ്റ്. അതായത് എൻ്റെ റിസർച്ച് പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു റിസർച്ച് ഡിസൈനിൽ നിന്നും മനസ്സിലാക്കാം. കാര്യം മെത്തേഡ്സും സ്ട്രാറ്റജീസും അല്ലെങ്കിൽ സാമ്പിൾസിനെ എങ്ങനെ ചൂസ് ചെയ്യണമെന്നും സൈസ് ഓഫ് പോപ്പുലേഷനും അതായത് എത്രത്തോളം സമയം നമ്മൾ ഈ റിസർച്ചിൽ എടുക്കുന്നു, അതിൻ്റെ അനാലിസിസ് എങ്ങനെയാണ്, റിപ്പോർട്ടിംഗ് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ റിസർച്ച് ഡിസൈനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതൊരു ബ്ലൂ പ്രിൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ അഡ്രസ് പോസിബിൾ റിസ്ക് ഇൻ റിസർച്ച്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി അറിയാനും ഈ ഒരു റിസർച്ച് ഡിസൈനിലൂടെ നമുക്ക് സാധിക്കും. സോ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. To choose appropriate research method, and second one is to carry out a study systematically. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് മെത്തേഡിക്കലായിട്ട് പ്ലാൻ ചെയ്ത് നെക്സ്റ്റ് ലെവലിൽ പ്ലാൻ ചെയ്ത് നമുക്ക് സ്റ്റഡീസ് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ആൻഡ് ടു മേക്ക് ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് റിസർച്ച്. നമുക്ക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്കിത് ടോപ്പിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ആണ്, നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ നമ്മുടെ ഐഡിയാസിനെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും. ആൻഡ് ഡൂസ് ആൻഡ് ഡോൺസ് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ക്ലിയർ ഐഡിയ തരുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ റിസർച്ചിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ റിസർച്ചിൽ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള പോസിബിൾ ആയിട്ടുള്ള റിസ്കിനെ അഡ്രസ്സ് ചെയ്യാനും റിസർച്ച് ഡിസൈൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. അതായത് റിസർച്ച് ഡിസൈനിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ റിസർച്ചിലുള്ള അല്ലെങ്കിൽ ഏതൊരു റിസർച്ച് എടുത്താലും അതിനകത്തുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുണ്ടാവേണ്ടത് റിസർച്ചറിന്റെ ക്യൂരിയോസിറ്റിയിൽ നിന്നായിരിക്കണം. അതായത് നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് സമൂഹത്തെക്കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. ആ സമൂഹം എന്ന് പറയുന്നത് ഇസ് ഓപ്പൺ ഫോർ റിസർച്ച്. റിസർച്ചിന് ഒരുപാട് സ്കോപ്പ് കൊടുക്കുന്ന ഒന്നാണ്. കാര്യം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഇവൻറ്റ്സും ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സോഷ്യോളജിസ്റ്റിൻ്റെ സബ്ജക്ട് മാറ്ററാണ് അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് റെലവൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കുന്നു,
അതൊരു പ്രശ്നമാണെങ്കിൽ അതിന് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ള രീതിയിലും അതിൻ്റെ ആ പ്രോബ്ലത്തിൻ്റെ എത്രത്തോളം തന്നെ എക്സ്റ്റെൻഡ് ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ റിസർച്ചറിൻ്റെ ക്യൂരിയോസിറ്റിയിൽ നിന്നും വരേണ്ടുന്ന ഒന്നാണ് ഈ ഒരു റിസർച്ച് പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം നമുക്ക് പല പ്രോബ്ലംസും നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ കഴിയും. എന്നാലും അതിൽ റിസർച്ചറിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇത് നമുക്ക് അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് തന്നെ റീസെൻ്റ്ലി അല്ലെങ്കിൽ പലപ്പോഴായിട്ടും ധാരാളം സ്റ്റഡീസ് ഓൾറെഡി വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പല ഫേസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റീസൺസ് അനലൈസ് ചെയ്തിട്ടുണ്ടാകും, സൊല്യൂഷൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവാം, പലതും കാണാം. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഓരോ ഇവൻറ്റ്സിലും ആരും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാനും അതിന് നമ്മുടെ റിസർച്ചിലൂടെ ഒരു ആൻസേഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ഒരു പുതിയ ഫാക്റ്റിനെ ലൈറ്റിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം നമ്മളെ സഹായിക്കും. അതായത് ഹിഡൻ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് കാലങ്ങളോളം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പല പ്രോബ്ലംസും നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചില കാണാപ്പുറങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫേസ് ഉണ്ടായിരിക്കാം. അതിനെ എല്ലാത്തിനെയും തിരിച്ചറിയാനും പുതിയ പുതിയ യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ ഫാക്റ്റിനെ സൊസൈറ്റിക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അതിലൂടെ നമുക്ക് പുതിയ ഫാക്റ്റുകളെ കണ്ടെത്താം. അതുപോലെ തന്നെ അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഒരു സോഷ്യൽ റിസർച്ചിന് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ്. നമ്മൾ എന്താണ് ടോപ്പിക്, നമ്മൾ എന്തിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് റിസർച്ച് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ധാരാളം സ്റ്റഡീസ് ഓൾറെഡി വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ സ്റ്റഡീസിനെ എല്ലാത്തിനെയും നമ്മൾ റിവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ റിസർച്ചിനെ എല്ലാത്തിനെയും നമ്മൾ റിവ്യൂ ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് കോപ്പിയിങ് അല്ല, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മറ്റൊരാളുടെ റിസർച്ച് കണ്ട് അതിനെ അതേപടി പകർത്തി എഴുതുക എന്നുള്ളതല്ല. പകരം ഈ ഒരു ടോപ്പിക്കിൽ തന്നെ, ഒരേ ടോപ്പിക്കിൽ തന്നെ ആ ആൾ എങ്ങനെയാണ് സ്റ്റഡി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, അവരുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു, ഏത് മെത്തേഡാണ് അവർ യൂസ് ചെയ്തിരുന്നത്, അതിൽ നിന്ന് അവർക്ക് എന്തൊക്കെ റിസൾട്ടാണ് കിട്ടിയത്, ഏത് സോഴ്സസ് ആണ് യൂസ് ചെയ്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക വേണ്ടിയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ റെപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാനും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മളെ സഹായിക്കും. കാര്യം എന്താണ്, റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിലധികം റിസർച്ചുകളായിരിക്കും നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം വായിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിന് ഇനി റെലവൻസ് ഉണ്ടോ, ബിക്കോസ് ചിലത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി പല റിസർച്ചുകളിലായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ നേരത്തെ തന്നെ പല റിസർച്ചിലും പബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇനി അതിന് റെലവൻസ് ഉണ്ടോ, ഒന്നുകൂടി നമ്മളത് ചെയ്യേണ്ട ആവശ്യകതകളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ മാറ്റാം, ഇപ്പം അവർ പഠിച്ചിരിക്കുന്ന ആ വേരിയബിൾസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പുതിയ വേരിയബിൾസിനെ എങ്ങനെ ചൂസ് ചെയ്യാമെന്നും ഏതൊക്കെ സോഴ്സ് ഓഫ് ഡേറ്റാസ് യൂസ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഡേറ്റ, ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഏത് ഡേറ്റയാണ് അല്ലെങ്കിൽ ഏത് സോഴ്സ് ആയിരിക്കും നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് മെത്തേഡാണ്, അല്ലെങ്കിൽ ചിലപ്പം പല റിസർച്ചുകൾക്കും അല്ലെങ്കിൽ പല സ്റ്റഡീസിനും മേ ബി എന്താണ് കേസ് സ്റ്റഡി മെത്തേഡും സർവേ മെത്തേഡും ഒരേപോലെ ആപ്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ അതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് റെഫർ ചെയ്യുന്നതിലൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും മെത്തേഡും എല്ലാം ചൂസ് ചെയ്യാനും അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും പുതിയ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ ആ സ്റ്റഡിയെ പ്രൊസീഡ് ചെയ്യാം അല്ലെങ്കിൽ ലീഡ് ചെയ്യാം എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാനായിട്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മളെ സഹായിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സെയിം ടോപ്പിക്കിൽ തന്നെ വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു റീസൺ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു. അത് എന്താണ്, നമ്മുടെ നാട്ടിൽ ഓൺടർപ്രണർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ടാണ് എന്നൊക്കെയുള്ള പല രീതിയിൽ നമുക്ക് ആ സ്റ്റഡീസിനെ ലീഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും പഠിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെയാണ്.
മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന എലമെന്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പല അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ റിസർച്ചിൽ നിന്നും എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ഡിസ്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നമ്മുടെ ഈ ഒരു റിസർച്ചിൻ്റെ സോൾ പർപ്പസ് എന്താണ്, ഈ ഒരു റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെയാണ് നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എന്താണ് നമ്മുടെ ഒരു ജനറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂംസിൽ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. രണ്ടാമതെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ടീച്ചേഴ്സിന് കിട്ടുന്ന ട്രെയിനിങ്ങും മറ്റുമൊക്കെ അവർക്ക് അഡിക്വേറ്റ് ആണോ എന്നുള്ളൊരു ഒബ്ജക്റ്റീവ്സ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തേർഡ് വേണമെങ്കിൽ ആ ഒരു റിസർച്ചിലൂടെ നമുക്ക് മറ്റെന്ത് കണ്ടെത്താം, നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾസിലും ക്ലാസ് റൂംസിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിന് അപ്രോപ്രിയേറ്റ് ആണോ, ടീച്ചേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ബേൺ ഔട്ട് ഈ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂംസിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ റിസർച്ചിലൂടെ കണ്ടെത്താം. അത്തരത്തിൽ നമ്മളൊരു റിസർച്ചിലൂടെ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നു, അതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർച്ചിനകത്തുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പം ഹൈറ്റ് ആവാം, വെയിറ്റ്, ടെമ്പറേച്ചർ, എന്തിൻ്റെങ്കിലും ഒന്നിൻ്റെ അളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും യൂണിഫോം ആയിരിക്കില്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വേരി ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. റിസർച്ചിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടുകളാണ് വേരിയബിൾസ്. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മെഷർ ആവാം, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു അളവാകാം, അങ്ങനെ അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു വേരിയബിൾ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ റിസർച്ചിന് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആട്രിബ്യൂട്ട്സ് എന്താണോ അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പല ടൈപ്സ് ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അളവുകളെ അല്ലെങ്കിൽ മെഷർമെൻറ്റുകളൊക്കെയാണ് ജനറലി നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ആണ്, അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു വേരിയബിൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഒരു റിസർച്ചിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ടെൻറ്റേറ്റീവ് അസംഷൻസ് ആണ്. അതായത് ഒരു റിസർച്ച് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റിസൾട്ടുകൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ് ചെയ്തിരുന്നു, എന്താണ് ടീച്ചേഴ്സ് ഇൻക്ലൂസീവ് ക്ലാസ് റൂംസിൽ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്താണ് അതിനകത്ത് ഇപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അപ്പം ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്, അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യമാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ടീച്ചേഴ്സ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുക, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിനെ നമ്മൾ ഹൈപ്പോത്തിസിസിലേക്ക് കൊണ്ടുവരുമ്പോൾ ടീച്ചേഴ്സ് പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല എന്നോ പറയാം. അത് നമ്മുടെ രീതിക്കനുസരിച്ച് അസംഷൻസ് നമുക്ക് മേക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ സ്കൂൾസിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫൈൻഡിങ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അസ്യൂം ചെയ്യുന്ന അസംഷൻസ് ആണ്, ടെൻറ്റേറ്റീവ് അസംഷൻസ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന നാലാമത്തെ എലമെൻ്റ് ആണ് സോഴ്സ് ഓഫ് ഡേറ്റ. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് റിസർച്ചായി, അപ്പോൾ ഒരു റിസർച്ചിന് ഒരു പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു, അതിനെ റിവ്യൂ ചെയ്തു, ആ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെ നമ്മൾ പുതിയ ഒബ്ജക്റ്റീവ്സിനെ കണ്ടെത്തി, അതിൻ്റെ വേരിയബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ അതുപോലെ ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സോഴ്സ് ഓഫ് ഡേറ്റയെ ഐഡൻറ്റിഫൈ ചെയ്യണം. ആരെയാണ് നമ്മൾ ഇൻഫർമേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ടത്, അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഡേറ്റയുടെ സോഴ്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് പ്രൈമറി ഡേറ്റയും രണ്ട് സെക്കൻഡറി ഡേറ്റയും ആണ്. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്ത് തരുന്നത്.
അതായത് നമുക്ക് ഫീൽഡ് വർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ ഏതാണോ അല്ലെങ്കിൽ സാമ്പിൾസ് ഏതാണോ അവരുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്ത് ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കുന്നതാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ സെക്കൻഡറി സോഴ്സ് ഉണ്ട്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുമ്പോൾ ബുക്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇതിനകത്തു നിന്നെല്ലാം നമ്മൾ റെഫർ ചെയ്തെടുക്കുന്നതാണ് സെക്കൻഡറി ഡേറ്റ സോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന റിസർച്ച് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രൈമറി ഡേറ്റ സോഴ്സസ് എന്ന് പറയുന്നത് തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിൻ്റെ സെക്കൻഡറി എന്ന് പറയുന്നത് ഈ എന്താണ് ഏതെങ്കിലും ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാവാം, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജേർണൽസോ മറ്റൊക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് സെക്കൻഡറി ഡേറ്റ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ സോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അതിന് രണ്ട് സോഴ്സസ് ആണുള്ളത്, ഒന്ന് പ്രൈമറിയും രണ്ട് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് തരുന്നു, നമ്മുടെ സാമ്പിൾസുമായി ഡയറക്റ്റ് ഇൻട്രാക്ഷനിലൂടെ ആയിരിക്കും നമുക്കത് കിട്ടുന്നത്. ആൻഡ് സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മുടെ ബുക്കോ ജേർണൽസോ മറ്റൊക്കെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന സോഴ്സസ് ആണ്. സോ ദ ഫോർത്ത് എലമെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി. അതായത് യൂണിവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൊക്കേലാണ് അല്ലെങ്കിൽ ലൊക്കേഷൻസ് ആണ്. ഫൈൻഡിങ് ലൊക്കേഷൻസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഏതാണ്, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എവിടെയാണ്, ഏത് പ്ലേസിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വില്ലേജിൽ പോയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഏത് ജോഗ്രഫിക്കൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്റ്റഡി എംപ്ലോയ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി എന്നൊരു എലമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെ എടുത്താലും അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വേൾഡ് വൈഡ് റെലവൻസ് ഉള്ളൊരു ടോപ്പിക് ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എങ്ങനെ എന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ട്രിവാൻഡ്രം അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ കേരള എന്ന രീതിയിലൊക്കെ നമുക്ക് ആ സ്റ്റഡിയെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൗണിൽ എങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പഠിക്കാം. അത് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ റിസർച്ചിന് എത്രത്തോളം എക്സ്റ്റെൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് ജനറലൈസേഷൻസ് അല്ലെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗ്രൂപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ അതിനെ ഡേറ്റാസിനെ ജനറലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ സ്റ്റഡിയെ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എപ്പോഴും ജോഗ്രഫിക്കൽ പ്ലേസസ് ആവണമെന്നില്ല, മേ ബി സോഷ്യൽ ഗ്രൂപ്പ്സും ആവാം. സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ നമ്മൾ ചിലപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ അതെന്താണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് അല്ലെ, കോളേജ് സ്റ്റുഡൻസ് ആവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനെ കുറിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് വിമൻ, അത് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ട് എന്താണ് ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും നമ്മുടെ അവിടുത്തെ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് ഏതാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആ ഒരു എലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണെന്നില്ല, സോഷ്യൽ ഗ്രൂപ്പ്സ് ആവാം. ഇപ്പോൾ സ്റ്റുഡൻസിനെ നമുക്ക് സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ എൽഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡർ ആയിട്ടുള്ള പ്രായമായ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളൊരു വിഷയത്തിലാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആയിരിക്കും, പ്രായം ചെന്ന ഒരു പെർട്ടിക്കുലർ ഏജിന് മുകളിലുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എലമെൻ്റ് ആണ് ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. അപ്പോൾ എങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് സോഴ്സസ് അറിയാം, ഏതൊക്കെയാണ് പ്രൈമറിയും സെക്കൻഡറിയും ആണ് നമ്മുടെ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ടെക്നിക്സിനെ എംപ്ലോയ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൈമറി ഡേറ്റാസിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യും, ഇൻ്റർവ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ സർവേ മെത്തേഡ്സ് മറ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ റെസ്പോണ്ടൻസിൽ നിന്ന് നമ്മൾ ഡേറ്റാസ് സീക്ക് ചെയ്യും. അതല്ല നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ ടെക്നിക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് റെഫറൻസസ് മതി, ബുക്സോ ജേർണൽസോ ഒക്കെ റെഫർ ചെയ്തിട്ട് എടുക്കാം. ആൻഡ് അതുപോലെ തന്നെ ജനറലി ഈ ഡേറ്റ കളക്ഷൻ നമ്മൾ രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവും
ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ന്യൂമറിക്കൽ ഡേറ്റാസ് ആണ്. അതായത് സർവേ മെത്തേഡ്സ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതായത് ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ അതിനകത്തൊരു 10, 30 അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിന് അല്ലെങ്കിൽ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നു. അവരതിന് ഓരോ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് ഓപ്ഷൻസിൽ ടിക്ക് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഡേറ്റയിൽ എത്ര പേര് യെസ് പറഞ്ഞു അല്ലെങ്കിൽ എത്ര പേര് നോ പറഞ്ഞു എന്നുള്ള ആ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡേറ്റ കളക്ഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പേഴ്സിലായിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ എക്സാമ്പിളിൽ നിന്ന് സെൻസസ് മെത്തേഡൊക്കെയാണ് നമ്മളിതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്നതാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻസ് ഒക്കെയാണ്. അതായത് ഇൻ്റർവ്യൂസിലൊക്കെ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യൂമറിക്കലായിട്ട് എടുക്കാൻ പറ്റില്ല. അവരോട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവർ ആൻസർ പറയുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതിയെടുക്കുകയാണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് അത് പോകുന്നത്. അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ ഒബ്സർവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഇപ്പോൾ 2 കുട്ടികൾ ഓടിയെന്നോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, ഇപ്പോൾ 2 കുട്ടികൾ ഓടിയെന്നോ അല്ലെങ്കിൽ ബാക്കി കുട്ടികൾ ഇരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് എടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഇൻസ്റ്റഡ് ഓരോ കുട്ടികളുടെയും പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതിയായിരിക്കും പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി പോകുന്ന കാര്യങ്ങളെയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർവ്യൂ മെത്തേഡ്സ് ആവാം, ഒബ്സർവേഷൻ മെത്തേഡ്സ് ഒക്കെയാണ് അതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത്. ആൻഡ് ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്നതും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതും 2 രീതിയിലാണ്. അപ്പോൾ നമുക്ക് അനാലിസിസ് എന്ന അടുത്ത എലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അടുത്ത് വരുന്ന ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ആണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം ആയിരുന്നു. അതായത് ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ കണ്ടെത്തി. രണ്ടാമത് അതിന് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എടുത്തു. ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തസിസ്, വേരിയബിൾസ് ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. സോഴ്സസ് ഓഫ് ഡേറ്റയെ നമ്മൾ തിരിച്ചറിഞ്ഞു. ആൻഡ് ഏത് ഗ്രൂപ്പിനെയാണ് സ്റ്റഡി ചെയ്യേണ്ടതെന്നുള്ളത് യൂണിവേഴ്സ് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്, ക്വാളിറ്റേറ്റീവ് വേണോ ക്വാണ്ടിറ്റേറ്റീവ് വേണോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിച്ചു. നമ്മുടെ കയ്യിലിപ്പോൾ ഡേറ്റയും ഉണ്ട്. ഈ കിട്ടുന്ന ഡേറ്റാസിനെ നമ്മൾ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല പ്രൊസീജിയേഴ്സിലൂടെ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്ന ഒരു ഡേറ്റ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പല ആൾക്കാർ പല രീതിയിൽ നമുക്ക് ആൻസേഴ്സ് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പല നമ്പേഴ്സിൽ എവിടെയൊക്കെ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. വെറും ഇൻ്റർപ്രിട്ടേഷൻ അല്ല, മീനിങ് ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനാണ് വിധേയമാക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ എന്താണ് നമ്പർ ഓഫ് യെസ് എത്ര, നമ്പർ ഓഫ് നോ എത്ര എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്ത് അതിലൂടെ അനലൈസ് ചെയ്യും. ആൻഡ് ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിയറീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജനറലൈസ് ചെയ്യുന്നത്. തിയറീസ് ഉണ്ടായിരിക്കും, നേരത്തെ വന്നിട്ടുള്ള ചില തിയറീസിൻ്റെയോ അല്ലെങ്കിൽ പുതിയ തിയറിയോട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ് ഒരു റിസർച്ചിലൂടെയും ചെയ്യുന്നത്. ആൻഡ് ലൈക്വൈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി വെച്ചിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വലിയ പോപ്പുലേഷൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ജനറലൈസേഷൻസ് മേക്ക് ചെയ്യുകയാണ് ഓൺ ദ ബേസിസ് ഓഫ് തിയറീസ് എന്നുള്ളതാണ് ഈ ഒരു ക്വാളിറ്റേറ്റീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അത്തരത്തിൽ ഈ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റയെ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കോമൺ മാനിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരാൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫൈൻഡിങ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാസിനെ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്ത് മാറ്റുക, അതിനെ അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അനാലിസിസ് എന്നൊരു ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈ ഒരു എൻറ്റയർ പാർട്ടിൽ നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മുടെ റിസർച്ച് ഡിസൈൻ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ വേരിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സും ആയിരുന്നു. ഈ കൺസെപ്റ്റിലെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.